ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി നമ്മൾ കത്തബയുടെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി അതിൻ്റെ ബാക്കി രൂപങ്ങൾ നമ്മൾ പിന്നെ 6 ചെയ്തല്ലോ. കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബ്ന, അങ്ങനെ 6 ചെയ്തു. ഇനി ബാക്കി ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. കതബ്ത, നീ എഴുതി. കതബ്ത, നീ എഴുതി. ഇവിടെ കതബയാണ് ഫീല്, ത ആണ് ഫായിൽ. നീ എന്നതിനെ സൂചിപ്പിക്കുന്നത് ത ആണ്, പുരുഷൻ. പുരുഷനെക്കുറിച്ച് നേരെ മുമ്പിലുള്ള പുരുഷൻ, അതായത് കതബ്ത, നീ എഴുതി. ഓക്കെ, ആ ത ആണ് നീ ഒരു പുരുഷനെ സൂചിപ്പിക്കുന്നത്, കതബ്ത. അപ്പോൾ കതബ്ത എന്ന് പറഞ്ഞാൽ നീ എഴുതി. കർത്താവ് നീ, ത ആണ് നീ, കർത്താവ് ഫായിൽ, കതബ ഫീൽ. അപ്പോൾ ഫീലും ഫായിലും ആയി. പിന്നെ കതബ്തുമാ, നിങ്ങൾ 2 പേരെഴുതി. അപ്പോൾ നിങ്ങൾ 2 പേരെഴുതി എന്ന് പറയണമെങ്കിൽ കതബ്തുമാ. അപ്പോൾ കതബ ഫീൽ, തുമ ആണ് നിങ്ങൾ 2 പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ, കർത്താവ്. പിന്നെ കതബ്തും, നിങ്ങൾ കുറേ പേരെഴുതി. നിങ്ങൾ കുറേ പേരെഴുതി. അപ്പോൾ കതബ ഫീൽ, തുമ്മാണ് നിങ്ങൾ കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ, തും. അപ്പോൾ പുരുഷൻ്റെ ഒന്നും കൂടി നോക്കാം. കതബ്ത, കതബ്തുമാ, കതബ്തും. കതബ്ത, നീ എഴുതി. കതബ്തുമാ, നിങ്ങൾ 2 പേരെഴുതി. കതബ്തും, നിങ്ങൾ കുറേ പേരെഴുതി. കതബ്ത, ആ ത ആണ് നീ എന്ന ഒരു പുരുഷനെ സൂചിപ്പിക്കുന്നത്. കതബ്തുമ, ആ തുമ ആണ് നിങ്ങൾ 2 പേർ എന്നതിനെ സൂചിപ്പിക്കുന്നത്. കതബ്തും, ആ തുമ്മാണ് നിങ്ങൾ കുറേ പേരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് പുരുഷൻ. സ്ത്രീ ആണെങ്കിലോ, സ്ത്രീ ആണെങ്കിൽ കതബ്തി, നീ എഴുതി. തീ നാവും. അപ്പോൾ തീ ആണ് നീ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. കതബ്തി, നീ എഴുതി. ഇതെല്ലാം അൽ ഫീലുൽ മാദിയാണ്. സംഭവം നടന്നു കഴിഞ്ഞു, നീ എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞു. ഓക്കെ. കതബ്തുമാ, നിങ്ങൾ 2 പേരെഴുതി. അപ്പോൾ തുമയാണ് 2 പേരെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പുരുഷനായാലും സ്ത്രീ ആയാലും തുമയാണ്. ഓക്കെ, ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കതബ്തുമ, നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. ഇനി ഇവിടെ നോക്ക്, കതബ്തുമ, നിങ്ങൾ 2 പുരുഷന്മാരെഴുതി. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും തുമ. അപ്പോൾ കതബ്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 സ്ത്രീകൾ എഴുതിയെന്നും ആകാം, നിങ്ങൾ 2 പുരുഷന്മാർ എഴുതിയെന്നും ആകാം. ഇനി കുറേ സ്ത്രീകൾ എഴുതിയെന്ന് എങ്ങനെ പറയാം? നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതി. കതബ്തുന്ന, 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 കതബ്തുന്ന. അപ്പോൾ ഒന്നുകൂടി സ്ത്രീൻ്റെ നോക്കാം. കതബ്തി, കതബ്തുമാ, കതബ്തുന്ന. കതബ്തി, നീ എഴുതി. തീയാണ് നീക്ക് പറയാം, സൂചിപ്പിക്കുക. കതബ്തുമ, നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. കതബ്തുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതി. തുന്നയാണ് കുറേ സ്ത്രീകൾ. ഇനി പുരുഷനായാലും സ്ത്രീ ആയാലും ഞാൻ എഴുതിയെന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഞാൻ എഴുതിയെന്ന് പറയണം, അല്ലെങ്കിൽ പുരുഷന് ഞാൻ എഴുതിയെന്ന് പറയണം. കതബ്തു, കതബ്തു, ആ തു ആണ് ഞാൻ എന്നതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കതബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി, കതബ്തു. അത് സ്ത്രീയും പുരുഷനും രണ്ടാളും കതബ്തു എന്ന് തന്നെ പറയാം. ഇനി ഞങ്ങൾ എഴുതിയെന്നോ, അതും സ്ത്രീയും പുരുഷനും സെയിം തന്നെ. കുറേ സ്ത്രീകൾ ഒരുമിച്ച് പറയാം ഞങ്ങൾ എഴുതിയെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എല്ലാവരെക്കുറിച്ച് എഴുതിയെന്ന് പറയണമെങ്കിൽ കതബ്ന, ഞങ്ങൾ എഴുതി. ആ നാ ആണ് ഞങ്ങളെ സൂചിപ്പിക്കുന്നത്. പുരുഷനായാലും അങ്ങനെ തന്നെ. ഞങ്ങളെല്ലാവരും എഴുതിയെന്ന് പറയണമെങ്കിൽ കതബ്ന. അപ്പോൾ കതബ്തു, കതബ്ന. അപ്പോൾ നമുക്കൊന്ന് ഫുള്ള് പറഞ്ഞു നോക്കാം 14 രൂപങ്ങളും. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബ്ന. കതബ്ത, കതബ്തുമ, കതബ്തും, കതബ്തി, കതബ്തുമ, കതബ്തുന്ന, കതബ്തു, കതബ്ന. ഈ 14 രൂപങ്ങളും മനപ്പാടാക്കിയേ പറ്റുള്ളൂ. 14 രൂപങ്ങളും അർത്ഥം മനസ്സിൽ വെച്ച് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്താക്കണം, മനപ്പാടാക്കണം. ഇനി നമുക്ക് ഇതേ രീതിയിൽ നസറ സർഫ് ചെയ്ത് നോക്കാം. നസർത്ത, നീ സഹായിച്ചു.
നീ ഒരു പുരുഷൻ സഹായിച്ചു. നസർത്തുമ നിങ്ങൾ 2 പേർ സഹായിച്ചു. നസർത്തും നിങ്ങൾ കുറേ പേർ സഹായിച്ചു. ഇനി സ്ത്രീ ആണെങ്കിലോ നസർത്ത നസർത്തി എന്നാവും. നസർത്തി നസർത്തുമ അങ്ങനെ തന്നെ. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ 2 പേർ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർത്തുമ. അപ്പം കണ്ടോ, കതപ്ത കതപ്തുമ കതപ്തും പഠിച്ചുകൊണ്ട് ഇതും എളുപ്പമായി. നസർത്ത നസർത്തുമ നസർത്തും അതേ രീതിയിൽ തന്നെ. അതേപോലെ സ്ത്രീ ആണെങ്കിൽ നസർത്തി നസർത്തുമ, ഇനി നസർത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു. ഇനി പുരുഷനായാലും സ്ത്രീ ആയാലും ഞാൻ സഹായിച്ചു എന്നെങ്ങനെ പറയാം? നസർത്തു. ഞങ്ങൾ സഹായിച്ചു എന്നെങ്ങനെ പറയാം? നസർന. കതബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി, നസർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിച്ചു. കതബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി, നസർന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിച്ചു. ഇനി ഇതേ രീതിയിൽ താഴെ കൊടുത്തിരുന്ന ക്രിയകൾ ആവർത്തിച്ച് സർഫ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. സജസ്ത നീ സുജൂദ് ചെയ്തു. അപ്പോൾ സജസ്ത സജസ്തുമ സജസ്തും സജസ്തി സജസ്തുമ സജസ്തുന്ന. ഞാൻ സുജൂദ് ചെയ്തു. സജസ്തു ഞങ്ങൾ സുജൂദ് ചെയ്തു. സജദിന. നീ ദഹൽത്ത നോക്കാം, നീ പ്രവേശിച്ചു. ദഹൽത്ത ദഹൽത്തുമ ദഹൽത്തും ദഹൽത്തി ദഹൽത്തുമ ദഹൽത്തുന്ന ദഹൽത്തു ദഹൽന. ഇതൊക്കെ ഓരോന്ന് അർത്ഥം മനസ്സിൽ വെച്ച് എഴുതി പഠിക്കാൻ കഴിയുന്നവർ എഴുതിയിട്ടും ഓരോന്നും പഠിക്കുക. അപ്പം നല്ല തറോ ആവും, നല്ലോണം മനപ്പാടാവും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി കത്തൽത്ത നോക്കാം, നീ കൊന്നു. കത്തൽത്ത കത്തൽത്തുമ കത്തൽത്തും കത്തൽത്തി കത്തൽത്തുമ കത്തൽത്തുന്ന കത്തൽത്തു കത്തൽന. ഇനി നീ തേടി. ത്വലബ്ത ത്വലബ്ത ത്വലബ്തുമ ത്വലബ്തും ത്വലബ്തി ത്വലബ്തുമ ത്വലബ്തുന്ന ത്വലബ്തു ത്വലബ്ന. ഇനി നീ പഠിച്ചു. ദറസ്ത ദറസ്തുമ ദറസ്തും ദറസ്തി ദറസ്തുമ ദറസ്തുന്ന ദറസ്തു ദറസ്ന. ഇനി നീ നന്ദി പറഞ്ഞു. ശകർത്ത ശകർത്തുമ ശകർത്തും ശകർത്തി ശകർത്തുമ ശകർത്തുന്ന ശകർത്തു ശകർന. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ കുറേ വാക്കുകളും പഠിച്ചു, കുറേ പുതിയ പദങ്ങളും പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. കുറച്ച് പഠിക്കാൻ മെനക്കെട് തന്നെ വേണം. എഴുതി പഠിക്കാവുന്നതാണ്, എഴുതി പഠിക്കുകയും വേണം. എഴുതി പഠിക്കുകയും കൂടി ചെയ്യലാണ് ഏറ്റവും ഹൈർ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. അപ്പോൾ ഭൂതകാല ക്രിയയുടെ 14 രൂപങ്ങളും സർഫ് ചെയ്ത് പഠിച്ചു. ഇനി ഒന്ന് നസറ നോക്കാം. നസറ നസറ നസറു നസറത്ത് നസറത്ത നസർന നസർത്ത നസർത്തുമ നസർത്തും നസർത്തി നസർത്തുമ നസർത്തുന്ന നസർത്തു നസർന. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നസറ അവൻ സഹായിച്ചു, പുരുഷൻ. നസറ അവർ 2 പേർ സഹായിച്ചു, അവർ 2 പുരുഷന്മാർ സഹായിച്ചു. അപ്പോൾ നസറ അവൻ സഹായിച്ചതിൽ അവൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. നസറിൻ്റെ ഉള്ളിലാണ് അവൻ. അപ്പോൾ അവൻ ഓൾറെഡി ഉള്ളിലുണ്ട്, ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പം നസറ എന്ന് പറഞ്ഞാൽ തന്നെ അവനും അതിൽ പെടും. അവൻ സഹായിച്ചു. നസറ അലിഫ് വന്ന ആ അലിഫാണ് 2 പേരെ സൂചിപ്പിക്കുന്നത്. അവർ 2 പുരുഷന്മാർ സഹായിച്ചു. നസറു അവർ കുറേ പുരുഷന്മാർ സഹായിച്ചു. ആ വാവാണ് ജമ്മിനെ കുറേ പേരെ സൂചിപ്പിക്കുന്നത്, പുരുഷന്മാർ. നസറത്ത് അവൾ സഹായിച്ചു. ഇവിടെ നസറത്തിലെ താൻ്റെ മുകളിൽ സുക്കൂന് ഫായിലല്ല, അത് സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാനുള്ള അടയാളാണ്. നസറ പോലെ തന്നെ അവൾ ആ നസറത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പം നസറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവൾ സഹായിച്ചു. നസറത്ത ആലിഫാണ് 2 പേരെ സൂചിപ്പിക്കുന്നത്. അവർ 2 സ്ത്രീകൾ സഹായിച്ചു. നസർന അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. ആ നൂനാണ് സ്ത്രീയെ സൂചിപ്പിക്കുന്നത്, കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന കർത്താവ് ഫായിൽ. നസർത്ത നീ ഒരു പുരുഷൻ സഹായിച്ചു. ആ താ ആണ് ഫായിൽ, നീയെ സൂചിപ്പിക്കുന്നത്. നസർത്തുമ നിങ്ങൾ 2 പുരുഷന്മാർ സഹായിച്ചു. തുമയാണ് നിങ്ങൾ 2 പേരെ സൂചിപ്പിക്കുന്നത്. നസർത്തും നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിച്ചു. ആ തുമ്മാണ് നിങ്ങൾ കുറേ പേരെ സൂചിപ്പിക്കുന്നത്. പിന്നെ സ്ത്രീക്കോ നസർത്തി, ആ തീയാണ് നീയെ സൂചിപ്പിക്കുന്നത്. നസർത്തുമ നിങ്ങൾ 2 പേർ സഹായിച്ചു. നസർത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ സഹായിച്ചു.
നസർത്തുമ നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു. നസർത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു. ആ തുന്നയാണ്. ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർത്തു, സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ, ഞങ്ങൾ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർന. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നസർന, ഇവിടെ നൂനിന് അലിഫില്ല. നസർന, അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. അപ്പം നസർന. ഓക്കെ. അതേസമയത്ത് ഇവിടെ നോക്ക്, നസർന നീട്ടി പറയാണ്, ഞങ്ങൾ സഹായിച്ചു. ഓക്കെ. അപ്പം നസർന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. നസർന എന്ന് അലിഫിനെ നീട്ടിയാൽ ഞങ്ങൾ സഹായിച്ചു. സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങൾ സഹായിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ PDF ഇൻഷാ അല്ലാഹ് ഉച്ചയാകുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും.